നമ്മൾ ഈ ബാങ്ക്ലെസ് മലയാളം വീഡിയോയിൽ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർബിറ്റർ ഫിനാൻസ് എന്ന് പറയുന്ന ബ്രിഡ്ജിംഗ് പ്ലാറ്റ്ഫോമിലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ലെയിം ആക്ടിവിറ്റി റിവാർഡ്സ് അതുപോലെ പോയിന്റുകൾ നേടാനും ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ക്രൈറ്റീരിയ. ടാസ്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ലിനിയ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിൽ നിന്ന് ഫണ്ട് ബ്രിഡ്ജ് ചെയ്യുക, അതുപോലെ മറ്റു നെറ്റ്വർക്കിൽ നിന്ന് ഫണ്ട് ലിനിയയിലേക്ക് ബ്രിഡ്ജ് ചെയ്യുക എന്നാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് കിട്ടുകയാണ്. ഓപ്പൺസ് എന്നാണ് പറയുന്നത്. ലിനിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് ബ്രിഡ്ജ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റു നെറ്റ്വർക്കിൽ നിന്ന് ലിനിയയിലേക്ക് ബ്രിഡ്ജ് ചെയ്യുന്ന സമയത്ത് പലതവണ ചെയ്യുന്ന സമയത്ത് ഓരോ ആക്ടിവിറ്റിക്കും നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ, അതായത് ഇതിൽ തമ്മിലുള്ളത് 5 ട്രാൻസാക്ഷൻ വരെയാണ് ഏറ്റവും മാക്സിമം. 5 ട്രാൻസാക്ഷൻ ഇവിടെ കിട്ടുന്നത് 25 പോയിൻറ്റ്സ് ആണ്. സോ ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സ് കൂടി നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്ന, അതായത് ഓർബിറ്റർ ഫിനാൻസിൽ ഉള്ള പോയിൻറ്റിൻ്റെ ടേബിൾ കൂടുകയും നമുക്ക് ആ ഒരു അതായത് ഭാവിയിൽ ഈ റിവാർഡ്സൊക്കെ ലഭിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇത് മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിനിയ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ലിനിയ എന്നത് ഇതേരിയം ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്കെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡെവലപ്പർ റെഡി ZKEVM സീറോ നോളജ് EVM ആണ്. സോ നമ്മൾ ആദ്യം ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഒപ്റ്റിമിസം എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ നിന്ന് ലിനിയയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം കൊടുക്കുന്നു. അപ്പോൾ 0.08438 ETH ഇവിടെ ഉള്ളത്. ലിനിയയിലേക്ക് മാറുകയാണ്, സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് അറിയാം കൺഫർമൻസ് സെൻഡ് കൊടുക്കുന്ന സമയത്ത് വാലറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇത് ഈ ട്രാൻസാക്ഷൻ സേഫ് അല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് 1-2 ഇതിലൂടെയാണ് അത് കടന്നു പോകുന്നത്. എന്നിട്ട് കൺഫേം കൊടുക്കുകയാണ് വേണ്ടത്. കൺഫേം കൊടുക്കുന്ന സമയത്ത് ഒപ്റ്റിമിസം നെറ്റ്വർക്കിൽ നിന്ന് ലിനിയയിലേക്ക് നമ്മൾ അയച്ച ട്രാൻസാക്ഷൻ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ സൈഡിലായിട്ട് പോയിൻ്റ് ടേബിൾസ് കാണാൻ പറ്റും. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ പോയിൻറ്റ്സ് നമ്മുടെ പോയിൻറ്റ് സമ്മറിയിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പം നമുക്ക് കാണാം 160 പോയിൻറ്റ് സമ്മറിയാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. അത് കൂടുന്നതാണ് നമുക്ക് നോക്കാം, കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒപ്റ്റിമിസിൽ നിന്ന് ലിനിയയിലേക്ക് ബ്രിഡ്ജ് അയക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 5 പോയിൻറ്റ്സ് ലഭിക്കുകയാണ്. ബ്രിഡ്ജ് 1 ട്രാൻസാക്ഷൻ എനി എമൗണ്ട് ഓഫ് ETH ഫ്രം എനി ചെയിൻ ടു ലിനിയ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമുക്ക് പോയിൻറ്റ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തലതിരിച്ച് ലിനിയയിൽ നിന്ന് ZK Sync അറയിലേക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്, പോയിൻറ്റ്സ് ലേബൽ കിട്ടാൻ വേണ്ടിയിട്ട്, പോയിൻറ്റ്സ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ ചെയ്ത അതേ സെയിം ടാസ്ക് തന്നെയാണ്. നമ്മൾ തലതിരിച്ച് ചെയ്യുകയാണ്, ലിനിയയിൽ നിന്ന് ZK Syncലേക്ക് അത് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം ട്രാൻസാക്ഷൻ ഫീസ് അല്ലെങ്കിൽ ഗ്യാസ് കമ്പാരറ്റീവ്ലി മുമ്പത്തെക്കാട്ടിലും ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. നമ്മൾ ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു $12-15 സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 10 പോയിൻറ്റ്സ് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. 173 പോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം ആണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. ലിനിയയിൽ നിന്ന് ZK Sync അറയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കംപ്ലീറ്റഡ് ആയിരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ ZK Sync അറയിൽ ലിനിയയിലേക്ക് വീണ്ടും ചെയ്യുകയാണ്. സെയിം പ്രോസസ്സ് തന്നെയാണ്. കൺഫേം ആൻഡ് സെൻഡ് കൊടുക്കുക. അതായത് ZK Syncൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബേസിക് ETH അതിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മാക്സ് കൊടുക്കാൻ. അപ്പോഴേ അതിന് ഗ്യാസ് ഫീക്ക് അവിടെ ഫണ്ട് ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ലിനിയയിലേക്ക് അയക്കുന്നു. ഇത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് പല ചെയിൻസ് ഉണ്ട്, എല്ലാ ചെയിൻസും കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക നിങ്ങൾ. നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇപ്പോൾ ഓൾറെഡി ഇപ്പം ലാസ്റ്റ് ചെയ്തത് സോറ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ നിന്ന് ലിനിയയിലേക്കാണ് ചെയ്തിട്ടുള്ളത്. 253 പോയിൻറ്റ്സ് ആണ് നേടിയിട്ടുള്ളത്. അപ്പം ആദ്യം കണ്ടിരുന്നത് 160 പോയിൻറ്റ്സിൽ നിന്ന് 253 പോയിൻറ്റ്സ് ആണ് ഇത്ര ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവസാനം നോക്കുകയാണെങ്കിൽ സോ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വിചാരിച്ചിട്ടുള്ളത്.
ഓർബിറ്റർ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോമാണ്. ഇത്തരം ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോമിൽ ഇത്തരം ആക്ടിവിറ്റി ഉള്ളത് ഭാവിയിലൊരു എയർ ഡ്രോപ്പിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലിനിയ പോലുള്ള ഇത് 2 പ്രോസസ്സാണ് ഇതിലുള്ളത്. ഒന്ന്, ബ്രിഡ്ജിങ് പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു റിവാർഡ് നമുക്ക് ലഭിക്കാൻ അർഹമായിരിക്കും. അതുപോലെ തന്നെ ലിനിയ പോലുള്ള നെറ്റ്വർക്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അത്തരം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന റിവാർഡ് ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ അതിനും ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. കൂടുതൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റിവാർഡ് സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരമാവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ബാംഗ്ലൂസ് മലയാളം വീണ്ടും വരാം.